ഹലോ മുത്തുമണികളെ, അപ്പോൾ എന്തൊക്കെ വർത്താനം, സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെയ്പ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്പ്പത്തിരിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേമാതിരി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഒരു കഷ്ണം ഉള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയും അതേമാതിരി 1/2 കപ്പ് റവയും കൂടിയിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ മാവൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളായി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസുകളായി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ബോൾസുകളാക്കുമ്പോൾ തന്നെ ഞാൻ അടുപ്പത്ത് നല്ലൊരു എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്രസ് മെഷീൻ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു വശം പൊന്തി വരുമ്പോഴത്തേക്ക് മറുവശം ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്താണോ അതാണ് ഏറ്റവും ബെറ്റർ. ബീഫ് കറിയാണ് ഇത് മസ്റ്റായിട്ട് വേണ്ടത്. കാരണം ബീഫ് കറിക്ക് നല്ല സൂപ്പറാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂവിന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.